ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് കുക്കറിലുണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തേങ്ങാച്ചോറ്. ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കണം. ഇതിൽ 2 ടേബിൾ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം കളറ് തേങ്ങാച്ചോറിന് വേണം അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്കൊന്നും അധികം മഞ്ഞൾ കളർ ഇഷ്ടം കാണത്തില്ല. എന്നിട്ട് ഇതിലോട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാടങ്ങ് നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഒരു 2 ഗ്ലാസ് അരിക്കാണ് ഇവിടെ ചോറ് വെക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് എന്ന കണക്കിലാണ് അതിന് വേണ്ടി വെള്ളം എടുക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഗ്ലാസ് അരിക്ക് വേണ്ടി ഈ അരപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒരു 6 ഗ്ലാസ് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങാച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇവിടെ വെള്ളം അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയുള്ള അരി നമുക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ പാലക്കാടൻ മട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ പുഴുങ്ങലരി വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് തേങ്ങാച്ചോറൊന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുക്കറൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള കുക്കറാണ് ഇതുപോലെ ചോറൊക്കെ വെക്കാൻ വേണ്ടി എപ്പോഴും നല്ലത്. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാച്ചോറിനൊക്കെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനി ഒന്ന് മൂത്ത് വരണം. എപ്പോഴും സവാളയെക്കാട്ടിയും ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളകൊന്ന് കീറിയതും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പെരിഞ്ജീരകം പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. 6 ഗ്ലാസ് അരപ്പും വെള്ളവും കൂടെ നമ്മൾ അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഈ എല്ലാം കൂടെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് നമുക്ക് തേങ്ങാച്ചോറൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ച ശേഷം ഒന്ന് തീ കുറച്ച് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഓരോ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അതുപോലെ അരിയുടെ വേവും പലതായിരിക്കുമല്ലോ. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനനുസരിച്ച് വേവിച്ചെടുത്താലും മതി. ഇപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. ഞാനിതിപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷമാണ് ഇത് ഓഫാക്കിയത്. ഇപ്പം അതിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. ഒരിക്കലും തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ തവി ഉപയോഗിച്ച് ഇളക്കരുത്. അപ്പോഴത്തേക്ക് ചോറൊക്കെ ഉടഞ്ഞു പോകാനൊന്ന് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വിളമ്പാം. എപ്പോഴും തേങ്ങാച്ചോറൊക്കെ കുറച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചൂട് മാറുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി ഇരുന്നൊന്ന് ഉറയ്ക്കാൻ ചാൻസ് ഉണ്ട്.
പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. മട്ടൻ കറിയുടെയോ അല്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തേങ്ങാച്ചോറ്. പിന്നെ ഇതിൻ്റെ കൂടെ പരിപ്പും അതുപോലെ പപ്പടവും ഇറച്ചിക്കറിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങാച്ചോറ് കഴിക്കാൻ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുക്കറിൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.